നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു വക്താവ് ഒരു പ്രമുഖ ചാനലിൽ ചർച്ചയ്ക്കിടയിൽ അവർ വളർത്തി വലുതാക്കി അവർക്ക് ഇടം കൊടുത്തു, പിന്നെ എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തു, അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയാൽ കിടക്കില്ല എന്നൊക്കെ പറഞ്ഞ് താങ്കൾ കൂടെയുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞു പോയത് സാറിന് ഓർമ്മയുണ്ട്. സാർ, എനിക്ക് ഈ ജാതി അധിക്ഷേപം രാവിലെ തന്നെ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ എങ്ങും തൊടാതെ ഇങ്ങനെ ഒരു സംസാരത്തിലേക്ക് പോയത്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി അവർക്ക് ഈ പറയുന്ന മൈതാന പ്രസംഗത്തിൽ മാത്രമാണ് ആദർശവും മറ്റു കാര്യങ്ങളും. ഉള്ളിലിരിപ്പെന്ന് പറയുന്നത് അവരെന്താണ് എന്ന് വെളിവാക്കുന്നതാണ് ഈ വക്താക്കളുടെ സംസാരം എന്ന് നമുക്ക് പറയേണ്ടതല്ലേ? സാറിന് എന്ത് തോന്നുന്നു? സാർ കൂടെ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. സാറിന് എന്ത് തോന്നുന്നു? അതായത് മിനിങ്ങാന്ന് വൈകിട്ട് 7:30 മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയിൽ BJP പ്രതിനിധിയായിട്ട് ഞാനുണ്ടായിരുന്നു. CPIMന്റെ പ്രതിനിധിയായിട്ട് D സുരേഷ് കുമാർ, അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്, CPIMന്റെ വക്താവാണ്. ആ ചർച്ചയ്ക്കിടയിൽ ഞാനൊരു കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കേരളത്തില് ഒരു സിറ്റിംഗ് MLA CC മുകുന്ദൻ, നാട്ടിക മണ്ഡലത്തിലെ സിറ്റിംഗ് MLA, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സംവരണ മണ്ഡലത്തിൽപ്പെട്ട MLA, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച്, അതായത് CPIയിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്ന് ഇത്തവണ അവിടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. വൈക്കം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 2 തവണ MLA ആയിട്ടുള്ള, 4 തവണ MLA ആയ പിതാവിന്റെ മകൻ, CPI നേതാവ്, ഇത്തവണ ഇവർ രണ്ടുപേരും താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് S രാജേന്ദ്രൻ CPIMന്റെ പട്ടികജാതിയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹവും പലതവണ MLA ആയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ CPIMൽ നിന്ന് രാജിവെച്ച് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയാണ്. ഈ 3 പേരും പട്ടികജാതിക്കാരാണ്. ഈ 3 പേരും കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ചും അവരുടെ പ്രചരണം അനുസരിച്ചും കേരളം മുഴുവൻ അവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഞങ്ങളാണ് തൊഴിലാളി പാർട്ടി, ഞങ്ങൾ പിന്നോക്കക്കാരുടെ, ആദിവാസികളുടെ, പാവങ്ങളുടെ, ദളിതരുടെ, പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരുടെ പാർട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്ന് MLA ആയവർ പോലും ഇത്ര കൊടിയ അവഗണന അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? ഇതായിരുന്നു ചർച്ചാ വിഷയം. അപ്പോൾ ഇതിന് മറുപടി പറഞ്ഞ CPIMന്റെ വക്താവ് D സുരേഷ് കുമാർ, അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞപ്പോൾ ഉപയോഗിച്ച ഒരു പദപ്രയോഗം ഇതായിരുന്നു: അത് അട്ടയെ പിടിച്ച് കിടത്തിയാൽ കിടക്കില്ല, അത് വീണ്ടും കുപ്പത്തൊട്ടിയിലേക്ക് പോകും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആങ്കർ അഭിലാഷ് മോഹൻ അദ്ദേഹം ഇടപെട്ടിട്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതിന്റെ ഗ്രാവിറ്റി എത്ര ഭീകരമാണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? അബദ്ധത്തിൽ പറഞ്ഞതാണോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാതൃഭൂമി ചാനൽ. പക്ഷെ ഈ വ്യക്തി അതിൽ ഉറച്ചു നിന്നിട്ട് പറയുകയാണ്, അല്ല, ഞാനതില് യാതൊരു വിധത്തിലും ഖേദിക്കുന്നില്ല, ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമുണ്ട്, ഞങ്ങളാണ് ഇവരെയൊക്കെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത്, അത് കഴിഞ്ഞ് അവർ ഞങ്ങളെ വിട്ടു പോകുമ്പോൾ ഞാനിത് പറഞ്ഞിരിക്കും, ഇനിയും പറയും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഏതായാലും ഇത് കേസായിട്ടുണ്ട്. അപ്പോൾ ജാതി അധിക്ഷേപം, അതും പട്ടികജാതിക്കാരനെ അട്ടയോട് ഉപമിക്കുന്ന ആ ജാതി അധിക്ഷേപം 100 വർഷം പിന്നിട്ട പാരമ്പര്യമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇപ്പോഴും പറയണമെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണ്? ഇതാണല്ലോ അയ്യപ്പദാസിന്റെ ചോദ്യം. ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഇത് CPIMന്റെ അല്ലെങ്കിൽ CPIയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവതാര ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ പിന്നോക്കക്കാര്, പട്ടികജാതി, ആദിവാസി, ദളിത് വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന് തന്നെയാണ്. ഞാനത് തെളിവ് സഹിതം പറയാം, വെറുതെ ആരോപണമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വന്നിട്ട് 100 വർഷം തികഞ്ഞുവെന്നും 104 വർഷമായെന്നും 2 അഭിപ്രായമുണ്ട്. എന്തായാലും 100 വർഷം തികഞ്ഞു. ഈ 100 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അതിന്റെ ചിത്രം, ചരിത്രം, ലിസ്റ്റ് എടുത്തൊന്ന് പരിശോധിക്കും. അതിൽ 98% ആൾക്കാരും സവർണരാണ്, 90% ആൾക്കാരും ബ്രാഹ്മണരാണ്. കഴിഞ്ഞ 100 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ 98% സവർണരും 90% ബ്രാഹ്മണരുമാണ് 100 കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, അത് CPI ആണെങ്കിലും CPM ആണെങ്കിലും. സാർ, ഒരു സംശയം സാർ, ഈ രാജ എന്ന CPI നേതാവ് പിന്നോക്കക്കാരനാണ് എന്നാണ് എൻ്റെ കേട്ടറിവ്. CPIയുടെ നേതാവ് രാജ. അതെ, ഞാനത് പറയുന്നത് 98% എന്നാണ്. ബാക്കി 2% ഇവരുള്ളൂ.
സവർണനല്ലാത്തവര് മുഖ്യമന്ത്രിയായി എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴും നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് ഒരു VS അച്യുതാനന്ദൻ, ഒരു പിണറായി വിജയൻ. ഇതിനു മുമ്പുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും, അത് കേരളത്തിലാണെങ്കിലും അത് പശ്ചിമ ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും സവർണ മേധാവികൾ തന്നെയാണ്. അപ്പൊ 26 തവണ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതിൽ 24 തവണയും സവർണ മേധാവികളെ അധികാരത്തിലെത്തിച്ചു. ഇനി കേന്ദ്ര മന്ത്രിസഭയിൽ ഇരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 അവസരം കിട്ടി. ആ 2 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും തികഞ്ഞ ബ്രാഹ്മണർ തന്നെയായിരുന്നു. ഒരിക്കൽ ഇന്ത്യൻ പാർലമെന്റിലെ സ്പീക്കർ സ്ഥാനത്തിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അവസരം കിട്ടി. അവിടെ നിയോഗിച്ചതും തികഞ്ഞ ഒരു ബ്രാഹ്മണനെ തന്നെയായിരുന്നു. അതായത് ബ്രാഹ്മണ സവർണ മേധാവിത്വ പാർട്ടിയാണ് ഇന്ത്യയിലെ CPI-യും ഇന്ത്യയിലെ CPM-ഉം. ഇത് രണ്ടും. ഇവര് ഈ അധികാരം ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അതെല്ലാം തന്നെ ഈ ദളിത്, ആദിവാസി, പിന്നോക്ക, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളെ അടിച്ചൊതുക്കി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ പറയട്ടെ, കേരളത്തിൽ ഇന്ന് കിടപ്പാടമില്ലാത്ത, അതായത് വീടില്ലാത്തവരുടെ എണ്ണം എടുത്തു നോക്കൂ, ഭൂമിയില്ലാത്തവരുടെ എണ്ണം എടുത്തു നോക്കൂ. അപ്പോൾ വീടും ഭൂമിയും ഇല്ലാത്തവരുടെ എണ്ണം എടുത്തു നോക്കിയാൽ മഹാഭൂരിപക്ഷം പേരും ഈ പറഞ്ഞ ദളിത്, പിന്നോക്ക, ആദിവാസി, പട്ടികജാതി, പട്ടികവർഗക്കാരാണെന്ന് കാണാൻ പറ്റും. കേരളത്തിന്റെ പകുതി കാലം ഭരിച്ചത് ഇടതുപക്ഷമാണ്. പകുതി കാലം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചതാ. അങ്ങനെ ഭരിച്ചപ്പോഴും ഇവരെ രക്ഷിക്കാൻ വേണ്ടി അല്ല ശ്രമിച്ചത്. ഇവരെ എന്നും തൊഴിലാളികളായി, അടിമകളായി, സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് ലോറിയെ കയറ്റി, ബസ്സിനകത്ത് കയറ്റി, ട്രാക്ടറെ കയറ്റി CPI-എമ്മിന്റെ പ്രകടനത്തിന് കൊണ്ടുപോകാനുള്ള അടിമകളായിട്ട് മാത്രം വളർത്തിക്കൊണ്ടുവരിക. മൃഗങ്ങളെ വളർത്തുന്നത് പോലെ ഇവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി നികൃഷ്ടവും നിന്ദ്യവും നീചവുമായ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ആ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇവർക്ക് കൊടുത്താൽ അവർക്ക് എങ്ങനെയാണ് ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയുക? ആ പാർട്ടിയിൽ നിന്ന് അവർ പുറത്തു വരുമ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവരെ അട്ടയെന്ന് ഓപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടിയാണ് CPI-എമ്മിന്റെയും CPI-യുടെയും MLA-മാര്, മുൻ MLA-മാര് രാജിവെച്ച് ഇപ്പോൾ BJP-യിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അപ്പോൾ ശരിക്കും അവരുടെ ആ ഒരു കപട മുഖം തന്നെയാണ് ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. എന്തിനും അവർക്കൊരു സാധൂകരണമുണ്ട്. എന്തിനെ ഒരു സാധൂകരിക്കും? തോറ്റാലും പറയും തോറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന കണക്കുകളുണ്ട്, ഇന്ന കണക്കുകളുണ്ടെന്ന്. സർ, ഈ ഒരു നൂറ്റാണ്ടിൽ ഇനി അങ്ങ് വിലപ്പോവുമോ ഇത്തരത്തിലുള്ള നമ്പറുകൾ എന്നുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. വിലപ്പോകുമോ എന്ന് ചോദിച്ചാൽ, ഗതികേട് കൊണ്ട്, നിസ്സഹായത കൊണ്ട് ആണ് ഈ പറയുന്ന വിഭാഗം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത്. അതായത് തൊഴിലുറപ്പുകാർക്ക് യൂണിയൻ ഉണ്ടാക്കിയിട്ട് അവരെ പേടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ യൂണിയനിൽ നിന്നില്ലെങ്കിൽ കേന്ദ്രം തരുന്ന പൈസ ഞങ്ങളാണ് മേടിച്ച് നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നത്, ഞങ്ങളാണ് മസ്ട്രോള് കൈകാര്യം ചെയ്യുന്നത്, ഞങ്ങളാണ് റിപ്പോർട്ട് അയക്കുന്നത്, ഞങ്ങളുടെ സർക്കാരിൽ കൂടിയാണ് ഈ പൈസ വരുന്നത്. അതുകൊണ്ട് CPM-ന്റെ CPI-യുടെയും ഒക്കെ പ്രകടനത്തിന് വന്നില്ലേ നിങ്ങൾക്ക് തൊഴിലുറപ്പ് പണി കിട്ടില്ല. ഇങ്ങനെ ഭയപ്പെടുത്തി വർഗ ബഹുജന സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൂട്ടിലടച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊന്നു തിന്നാൻ വേണ്ടിയാണ്. അപ്പോ ആ തരത്തിലുള്ള ഭീകരത, ഭരണകൂട ഭീകരത ആണ് ഇവർക്കെതിരെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നോക്കൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് സർവീസിലിരിക്കുന്ന കാലത്ത് CPM-ന്റെ CPI-യുടെ അടിമകളായി ജീവിച്ചോണം. ഇല്ലെങ്കിൽ സ്ഥലം മാറ്റും, നടപടിയെടുക്കും, കള്ളക്കേസിൽ കൊടുക്കും. ഇനി പെൻഷനായി കഴിഞ്ഞാലോ? പെൻഷനായി കഴിഞ്ഞാൽ പോലും പെൻഷൻ കാര്യത്തിൽ കയറി പിടിക്കും, ഞങ്ങള് നിങ്ങളെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ആജീവനാന്ത കാലം ഉദ്യോഗസ്ഥന്മാരെ തടവിലിട്ട്, പെൻഷൻകാരെ തടവിലിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിച്ച് വോട്ട് ബാങ്കാക്കി മാറ്റുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഏതാനും സീറ്റുകൾ വിജയിക്കാനും അധികാരത്തിലിരിക്കാനും കഴിയുന്നത്. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞ ഒരു ജനവിഭാഗം, MLA-മാരടക്കം പുറത്തു വരുന്ന അന്തരീക്ഷത്തിൽ അടിയെ നഷ്ടപ്പെടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ. ഏതായാലും സർ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കുറച്ചെങ്കിലും സാറി പറയുന്ന പോലെ നമ്മുടെ ഈ സംസാരം ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, സാർ അത് വഴിമധ്യേ ആ വിഷയം പറഞ്ഞു പോവുകയും ചെയ്തു. അതായത് ഇത്രയും കാലം, അതായത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപപ്പെട്ടത് മുതൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഭരിച്ചത് CPM ആണ് എന്ന് പറഞ്ഞു. അവിടെയും സാറ് കണ്ടതാണ്, പിന്നീട് ഞാനും കണ്ടതാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറയുന്നു, എന്നിട്ട് വരുന്നത് മറ്റൊരു പേര്. സർ, അവരുടെ ഏറ്റവും തലപ്പൊക്കമുള്ള താത്വിക ആചാര്യൻ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ സർ, ഈ അവസാനം പറഞ്ഞ 2 പേരുകാരായ മുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്ന്
ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിനും ഇത് തന്നെ ആയിരുന്നില്ലേ മനസ്സിൽ? സാർ ഒരു അല്പം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അദ്ദേഹത്തിന്റെ മനസ്സിലും ആ വെറി ഉണ്ടായിരുന്നില്ലേ? ഗൗരിയമ്മ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ചോദ്യത്തെ മുഖ്യമന്ത്രിയാക്കേണ്ട കാര്യമില്ല എന്ന് EMS പറഞ്ഞതായിട്ട് ഗൗരി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ തരത്തിൽ വളരെ നികൃഷ്ടമായ പെരുമാറ്റം വോട്ട് കിട്ടാൻ വേണ്ടി കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിപ്പിച്ച് വോട്ട് കിട്ടി അധികാരത്തിൽ വന്നപ്പോൾ KR ഗൗരി അധികാരത്തിന് പുറത്ത്. VS അച്യുതാനന്ദനെ അടിച്ചൊതുക്കുന്നത് നമ്മൾ എത്ര കണ്ടതാണ്. അപ്പോ അവസാനം VS അച്യുതാനന്ദനെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഇടയ്ക്കൊരു പേര് വിട്ടുപോയി, സുശീല ഗോപാലൻ. സുശീല ഗോപാലൻ വനിതാ നേതാവായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. അവസാനം സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയായില്ല, മുഖ്യമന്ത്രിയായി. ഇലക്ഷനിൽ പോലും മത്സരിക്കാത്ത ആള് മുഖ്യമന്ത്രിയായി. അപ്പോ വ്യക്തമായ അജണ്ട. സവർണരെ മാത്രമേ മുഖ്യമന്ത്രിയാക്കൂ, സവർണരെ മാത്രമേ പോളിറ്റ് ബ്യൂറോയിൽ കയറ്റൂ, സുപ്രധാന കാര്യങ്ങളൊക്കെ സവർണർക്ക് മാത്രം. ഇപ്പോൾ നിലവിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനകത്ത് 10 നായന്മാരാണ്, 10 സവർണന്മാരാണ് സുപ്രധാന പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ അവിടെയും സവർണാധിപത്യമാണ്. അപ്പൊ സവർണാധിപത്യം 100 കൊല്ലമായിട്ട് അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ പൊളിയുന്ന ലക്ഷണമാണ് MLA-മാരും മുൻ MLA-മാരും BJP-യിലേക്ക് പോകുന്നതിന്റെ യഥാർത്ഥ കാരണം. സാർ, അവർ പേടിക്കുന്നുണ്ടോ സാർ ആരെയെങ്കിലും? ഈ പറയുന്ന നേതൃത്വം, ഈ പറയുന്ന ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിലെ ഈ പറയുന്ന വലിയ ജാതിക്കാരെ പേടിക്കുന്നതുകൊണ്ടാണോ? അവര് പേടിക്കുന്നത് അതല്ല. മറുവശത്ത് BJP വന്നു. BJP ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA-മാരുള്ള പാർട്ടി BJP, ഏറ്റവും കൂടുതൽ പട്ടികവർഗ MLA-മാരുള്ള പാർട്ടി BJP. ഇന്ന് ഇന്ത്യയിലെ പ്രസിഡന്റ് പദത്തിലേക്ക്, രാഷ്ട്രപതി പദത്തിലേക്ക് ആദിവാസി പിന്നോക്ക ദളിതയെ അവരോധിച്ച പാർട്ടി BJP, ഏറ്റവും കൂടുതൽ പിന്നോക്ക മുഖ്യമന്ത്രിമാരുണ്ടാക്കിയ പാർട്ടി BJP, ഏറ്റവും കൂടുതൽ പിന്നോക്ക MP-മാരുള്ളത് BJP. അങ്ങനെ പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി, ദളിത്, OBC പിന്നോക്ക വിഭാഗങ്ങളുടെ കുത്തക ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലാണ്. ആ BJP കേരളത്തിൽ ശക്തമായാൽ CPM ആവിയായി പോകുമെന്നറിയാവുന്ന ആ ഭയമാണ് അവരെ ഭരിക്കുന്നത്. സമയക്കുറവ് മൂലം ഞാൻ തൽക്കാലം നിർത്തുകയാണ്. തുടർന്ന് നമുക്കിരിക്കാം സാർ. നന്ദി. താങ്ക് യു സാർ.